എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഫ്ലാഷ് ബാക്ക്. ഞാൻ ചോദിക്കട്ടെ, ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? എടാ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതിൽ തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ചോദിച്ചോളൂ. ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. ഈ വിധി വരുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? അതുകൊണ്ട് ഇപ്പൊ എന്താ? ഈ നാട്ടിന് എന്നെ ചീത്തപ്പേരായി കുട്ടനാരെ. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ദുരുമാരി അച്ചടത്ത പരിപാടി തന്നെയാണ്. അതിനെന്തിനാ നീ ചൂടാകുന്നത്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല, എന്താണ് അവന്റെ ഉദ്ദേശം? എന്താണ്? ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. ന്യായം വേണ്ടേ? പന പോലെ ആകാശമുട്ട വളർന്നാ പോരാ, മരുന്നിനെങ്കിലും ഇത്തിരി ഒരു തന്റെ വേണം ആണുങ്ങളായാലും. വലിയ ആദർശശാലി ആയിരുന്നല്ലോ നിങ്ങൾ. ആ ആദർശങ്ങളൊക്കെ എവിടെ പോയി മരിച്ചു? അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്, സാമ്പത്തിക സ്പേസാണ്. അതിനെ കള്ള ബില്ലൊന്നും ഞാൻ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടില്ലല്ലോ, വെറുതെ കുതിര കയറാൻ വരരുത്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. എന്റെ ദൈവമേ, നടത്തപ്പുലിവാലി അഴിക്കും തോറും മുറുകി മുറുകി വരുന്ന കുലുക്ക്. അതാ നീ. ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. എന്തൊരിത്, ഇങ്ങനെണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടെ ഇത്. അതിന്റെ ഇടയില വേറൊരിത്. അവളെ ഒതുക്കാനും ഓടിക്കാനും അവൻ തന്നെ വേണം, സിദ്ധാർത്ഥൻ. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്, സാമ്പത്തിക സ്പേസാണ്. നാട്ടിൽ ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പെമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇവിടെ ആർക്കാ ഇത്ര വലിയ കുത്തിക്കഴപ്പ് നിനക്ക്? അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരെ. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇവിടെ ആർക്കാ ഇത്ര വലിയ കുത്തിക്കഴപ്പ് നിനക്ക്? അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരെ. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമാൻ. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. ജനലിൽ തുറന്നു നോക്കി അവിടെ എന്ത് നടക്കുന്നു, എന്തിനാ നോക്കാൻ പോകുന്നത്? അത് നോക്കാതിരുന്ന ഈ കടപ്പങ്ങ് തീരും, അത്രേ ഉള്ളൂ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മതിയടാ, ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. ഈ ഹിന്ദിക്ക് മറു ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് കർപ്പയ്യെന്നല്ല, നീ ചെവിയെ നുള്ളിക്കോ. വണ്ടി എടുക്കട്ടെ മോളെ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. മതി, ഞാൻ വന്നിട്ട് തരാട്ടോ.